നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ വരാതിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു ഇസ്ലാമിക് ഇവഞ്ചലിസ്റ്റ് രാജ്യമായി മാറുന്ന ഘട്ടത്തിൽ എത്തി നിന്നേനെയെന്ന് മുൻ DGP TP സെൻകുമാർ. കമ്മ്യൂണൽ വയലൻസ് ബിൽ എന്ന 2011 കൊണ്ടുവന്ന ഒരു ബില്ല് തന്നെ ഹിന്ദുക്കളെ ആരാക്രമം കാണിച്ചാലും ഹിന്ദുവിനെ പ്രതിയാക്കാനുള്ളതായിരുന്നു. അതായത് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കയറി ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ ഒരു കുട്ടിയെ റേപ്പ് ചെയ്താൽ അതിന്റെ പ്രതി പോലും ആ ഹിന്ദു ആവുന്ന വിധത്തിലായിരുന്നു കമ്മ്യൂണൽ വയലൻസ് ബിൽ 2011 എന്ന് പറയുന്ന ബിൽ UPA ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്ന് സെൻകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ കേരളത്തിലെ BJPയിൽ അംഗമല്ല. ഞാൻ ഇതുവരെ അംഗത്വം എടുത്തിട്ടില്ല. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ BJP നേതാവായ സെൻകുമാർ പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നതിന് BJPയുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ഈ കാര്യം കൃത്യമായി പറയുന്നതിന് കാരണം ഞാൻ ഇനി എഴുതാൻ പോകുന്ന കാര്യങ്ങൾ BJPയുടെ പേരിൽ ആക്ഷേപിക്കപ്പെടരുത്. അത് TP സെൻകുമാറിന്റെ സ്വന്തം എഴുത്താണ്. ആക്ഷേപമുള്ളവർ എനിക്കെതിരെ ആക്ഷേപം പറഞ്ഞോട്ടെ. BJPയിൽ അംഗമല്ലെങ്കിലും ദേശീയ പ്രസ്ഥാനങ്ങളോട് അടുത്തു നിൽക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അതിന് പ്രത്യേക മെമ്പർഷിപ്പ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവ് കൂടി വെച്ച് എനിക്ക് സ്വന്തമായുള്ള അറിവും വെച്ച് ഭാരതത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും ജനസംഖ്യകളിലെ വ്യതിയാനവും വരാൻ പോകുന്ന വലിയ അപകടത്തെക്കുറിച്ചും നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് ഞാനിത് എഴുതുന്നത്. 2014 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇന്ത്യയിൽ വരാതിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു ഇസ്ലാമിക് ഇവാഞ്ചലിസ്റ്റ് രാജ്യമായി മാറുന്ന ഘട്ടത്തിൽ എത്തി നിന്നേനെ. അത്രയും തീക്ഷ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. കമ്മ്യൂണൽ വയലൻസ് ബിൽ എന്ന 2011 കൊണ്ടുവന്ന ഒരു ബിൽ തന്നെ ഹിന്ദുക്കളെ ആരാക്രമം കാണിച്ചാലും ഹിന്ദുവിനെ പ്രതിയാക്കാനുള്ളതായിരുന്നു. അതായത് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കയറി ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ ഒരു കുട്ടിയെ റേപ്പ് ചെയ്താൽ അതിന്റെ പ്രതി പോലും ആ ഹിന്ദു ആവുന്ന വിധത്തിലായിരുന്നു കമ്മ്യൂണൽ വയലൻസ് ബിൽ 2011 എന്ന് പറയുന്ന ബിൽ UPA ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഹിന്ദുവിന്റെ ഭാഗ്യത്തിന് അതൊരു നിയമമായി മാറിയില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കേരളത്തിന്റെ ഉള്ളിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിലാണല്ലോ SNDPയും NSSും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാരുള്ളത്. ഹിന്ദു വിഭാഗത്തിൽ ഇവർ രണ്ടും കൂടാതെ തന്നെ വിശ്വകർമ്മരുണ്ട്, ധീവരുണ്ട്, പിന്നെ കുറച്ചുകൂടി ജനസംഖ്യ കുറഞ്ഞ നിരവധി കമ്മ്യൂണിറ്റികളുണ്ട്, സിത്തനറുണ്ട്. അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ ജനസംഖ്യയുള്ള ആൾക്കാരുമുണ്ട്, കുറഞ്ഞ ജനസംഖ്യയുള്ള ആൾക്കാരുമുണ്ട്, അതുപോലെ ഷെഡ്യൂൾ ട്രൈബുകളുമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് വിഭാഗങ്ങളാണ്. മാത്രമല്ല സാമ്പത്തികമായി മറ്റു കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളാണ് SNDPയും NSSും. നമ്മൾ കാണേണ്ടത് കേരളം ജനന നിരക്കിന്റെ കാര്യത്തിൽ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ്. എത്ര ജനസംഖ്യയുണ്ട് ഈ രണ്ട് സംഘടനകൾക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അധികം വൈകാതെ ഇപ്പോൾ മൂക്കിനൊപ്പം വെള്ളത്തിൽ നിൽക്കുന്ന ഇവരുടെ തലയ്ക്ക് മുകളിൽ പോയി വെള്ളം നിൽക്കുമെന്ന്. തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് ഇവർക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും സ്വന്തം കാര്യത്തിന് വേണ്ടി വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സംഘടനകളിൽപ്പെട്ട 97% ജനങ്ങളെയും സമുദായത്തിലെ ആൾക്കാരെയും പറ്റിച്ചു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരെ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ SNDP 1903 ഡോക്ടർ പൽപ്പുവിന്റെ ശ്രമഫലമായിട്ട് ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും വാവൂട്ട് സംഘം എന്നതിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. NSS ആകട്ടെ 1914 ഏറ്റവും ബഹുമാന്യനായ മന്നത്തു പത്മനാഭൻ അദ്ദേഹം നേതൃത്വം കൊടുത്തുണ്ടാക്കിയ സംഘടനയാണ്. അതുണ്ടാകുന്നത് നായർ സമുദായ പ്രത്യജന സംഘം അതിന് 2 വർഷം മുൻപ് ഉണ്ടാക്കിയ ഒരു സംഘടന പിന്നീട് നായർ സർവീസ് സൊസൈറ്റിയായി 1914 രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം വളരെയധികം നല്ല കാര്യങ്ങൾ ഈ സമുദായങ്ങൾക്ക് വേണ്ടിയും പൊതുവെയും ചെയ്തു കൊടുക്കാൻ ഈ സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് വന്നത് മഹാനായ മന്നത്തു പത്മനാഭനും മഹാനായ R ശങ്കറും ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്താണ്. അവർ ഒരു ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കുകയും ഹിന്ദുക്കൾക്ക് പൊതുവെ ഉത്തേജനം നൽകാനും അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. എന്തായാലും അത് നന്നാകുന്നതിൽ ഇങ്ങനെ വളരുന്നതിൽ കുറെ പേർക്ക് വളരെ എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നഷ്ടം സംഭവിക്കുമായിരുന്ന ചിലർ ഇടങ്കോൽ ഇടുകയും അവരെ തമ്മിൽ തെറ്റിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ സംഘടനകൾ പിന്നീട് കുറച്ചു കാലം ശ്രീ വെള്ളാപ്പള്ളിയുടെയും ശ്രീ സുകുമാരൻ നായരുടെയും നേതൃത്വത്തിൽ അടുത്തു എങ്കിലും വീണ്ടും മറ്റുള്ളവരുടെ ഇടപെടലുകൾ കാരണം അകന്നു പോകുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? പൊതുവെയുള്ള ഹിന്ദു സമുദായത്തിനാണ്. ഇപ്പോഴത്തെ ജനസംഖ്യ നോക്കുക, അതുപോലെ സ്ഥാപനങ്ങൾ നോക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്നവും ബഹുമാനപ്പെട്ട ശങ്കറും പോയതിനു ശേഷം എന്തുമാത്രം സ്ഥാപനങ്ങളാണ് ഈ രണ്ട് സംഘടനകളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സമുദായങ്ങളിലെ ആർക്കൊക്കെയാണ് പ്രയോജനം കിട്ടുന്നത്? വാസ്തവത്തിൽ ഈ രണ്ട് സംഘടനകളിലെയും പ്രധാന സംഭാവനയായി കിട്ടുന്നത് എന്താണ് എന്ന് വെച്ചാൽ വിവാഹത്തിന് ശാഖയിലെയോ കരയോഗത്തിലെയോ ആളുകൾ വന്ന് അത് രജിസ്റ്റർ ചെയ്തു കൊടുക്കും. മരണമുണ്ടായ കുറേയധികം സ്ഥലങ്ങളിൽ അതിന്റെ സഹായത്തിന് കരയോഗത്തിലെയോ ശാഖയിലെയോ ആൾക്കാർ വന്ന് അത് ചെയ്യും. പിന്നെ സ്കൂളിലെയും കോളേജിലെയും അഡ്മിഷന്റെയും നിയമനത്തിന്റെയും കാര്യത്തിൽ അതിലൊരു സാമുദായിക സംഘടന
ഞാൻ കൃത്യമായി പറയുന്നില്ല. അവർ സമുദായത്തിൽ നിന്ന് തന്നെ ആൾക്കാരെ എടുക്കുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾക്കാരെ എടുക്കുന്നു. ഞാൻ അറിയുന്നത് ആ പൈസ കുറച്ച് താലൂക്ക് യൂണിയനിലേക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ മറ്റൊരു സംഘടന ചെയ്യുന്നത് നിയമനത്തിന് ലേലം വിളി നടത്തുകയും അത് ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നായാലും അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിക്ക് ഒന്നും കൊടുക്കാതെ ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ആൾക്ക് കൊടുക്കുകയും ആ പൈസ കള്ളപ്പണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. സമുദായത്തിന് യാതൊരു പ്രയോജനവുമില്ല. ഇതുപോലെ കോളേജ് അഡ്മിഷന് ഇപ്പോൾ കോളേജ് അഡ്മിഷനൊക്കെ വലിയ ഡിമാൻഡില്ല. പക്ഷേ ഡിമാൻഡുള്ള ചില മേഖലകളുണ്ട്. അതിന് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരെ പൈസ വാങ്ങുന്നു. അതിലൊരു സമുദായം അങ്ങനെ പൈസ വാങ്ങുന്നില്ല എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ബഹുമാനപ്പെട്ട മന്നത്തിന്റെയും ബഹുമാനപ്പെട്ട ആർ ശങ്കറിന്റെയും നിര്യാണത്തിന് ശേഷം ഈ സംഘടനകൾക്ക് കാര്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടില്ല. അന്നുണ്ടായിരുന്നത് ഏകദേശം എന്തോ അതിൽ നിന്ന് വളരെ കുറവ് മാത്രം, ചിലയിടത്തൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുമുണ്ട്. ശങ്കേഴ്സ് ഹോസ്പിറ്റൽ കൊല്ലം, അത് വർഷങ്ങൾക്ക് മുൻപ് എത്ര നല്ല ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കിയാൽ മതി. ഇനി മൈക്രോ ഫൈനാൻസിനെ പറ്റി നോക്കാം. ആയിരക്കണക്കിന് കോടി രൂപ അത് ചെറിയ പലിശ എടുത്തിട്ട് 12, 13, 14% പലിശയ്ക്ക് വാങ്ങി സ്ത്രീകൾക്കോ ചെറിയ സംഘങ്ങൾക്കോ കൊടുത്ത് അവർക്ക് മറ്റു മാർഗത്തിൽ പണം കിട്ടാത്ത സ്ഥിതിയിൽ ഇതുവഴി പണം ലഭിച്ചതുകൊണ്ട് ആദ്യം വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? കിട്ടുന്ന പലിശയ്ക്ക് 1% കൂടുതൽ പലിശയ്ക്ക് സ്ത്രീകൾക്കും മറ്റ് സംഘങ്ങൾക്കും ഈ പണം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? 1% കൂടുതലുണ്ടെങ്കിൽ പോലും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവ് വഹിക്കാനാവില്ലേ? അപ്പോൾ അതിൽ വരുന്ന വലിയ വ്യത്യാസം ആര് കൊണ്ടുപോയി? ഇതുപോലെ തന്നെ എത്ര സംരംഭങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്? എത്ര സംരംഭങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? എത്ര ചെറുകിട വ്യവസായങ്ങൾ വളർന്നു? ഈ കോടിക്കണക്കിന് രൂപയ്ക്ക് എത്രയോ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുമായിരുന്നു. മുദ്രാ ലോണിന്റെ കാര്യം തന്നെ നോക്കുക. ശരിയായി പ്രയോജനപ്പെടുത്തിയാൽ എത്രയോ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. അതൊന്നും ഉണ്ടായില്ലല്ലോ. ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഈ സമുദായങ്ങളിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, നേതാക്കന്മാരായിരിക്കുന്നവർക്ക് ഈ സംഘടനയിലെ അംഗങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല, മറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് എന്ന്. മാത്രമല്ല, എനിക്കറിയാം ഈ സംഘടനയിലെ നേതാക്കളെ പിടിച്ചിരിക്കുന്നവർ പറഞ്ഞാൽ സംഘടനയിലെ 3% പോലും ആളുകൾ അവർ പറയുന്നത് പോലെ വോട്ട് ചെയ്യില്ല എന്ന്. അതുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നുണ്ട് ഇവരുടെ അടുപ്പം കൊണ്ട് തങ്ങൾക്ക് വോട്ട് കിട്ടും, ഇവർ പറഞ്ഞാൽ തങ്ങൾക്കാണ് വോട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലോകത്തിലാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇത്തരം നേതാക്കളെ ചില നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാറ്റാനാകുന്നില്ല എന്നത് വസ്തുതയാണ്. പക്ഷെ അത് വെച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഈ സമുദായങ്ങളിലെ അംഗങ്ങൾ അടിയറവ് വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്കും നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കും സംരക്ഷണവും വികസിതവുമായ ഒരു രാജ്യം ഉണ്ടാകണമെങ്കിൽ ഈ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് അണിചേരൂ എന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ എത്ര പെൺകുട്ടികളാണ് നഷ്ടപ്പെടുന്നത്? എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? അതൊക്കെ മാറണ്ടേ? അതിന് നാം കീഴടങ്ങണോ? ചിന്തിക്കുക. അതിനധികം സമയമില്ല. അതിവേഗത്തിൽ ചിന്തിക്കുക, തീരുമാനമെടുക്കുക, ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് അണിചേരുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.